പറയുന്നത് ഒരു ഗോബി മഞ്ചൂരിയൻ ആണ്. ഒരു ഗോബി മഞ്ചൂരിയൻ എങ്ങനെ വെക്കാം എന്നുള്ള സിമ്പിളായിട്ട് വെക്കാനുള്ളൊരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പിയാണ്. ലെറ്റ്സ് സീ. ഒരു ഗോബി മഞ്ചൂരിയൻ്റെ പകുതി ഫുള്ളും, കോളിഫ്ലവറിൻ്റെ ഒരു പകുതി ഫുള്ളും തന്നെ എന്താണ് ഇങ്ങനെ വെർട്ടിക്കൽ ഷേപ്പിലായിട്ടാണ് കട്ട് ചെയ്ത് ഉപ്പിട്ട് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നല്ലോണം ചൂടായിട്ട് തിളപ്പിക്കാനായിട്ടും അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അത് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ കോളിഫ്ലവറിനെ കഴുകി വൃത്തിയാക്കിയതിന് അതിലിട്ടെടുത്തത്. കാര്യം അതും കൂടെ ഇട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടില്ല. നല്ല തിളച്ച് ബോയിലായിട്ട് വന്ന വെള്ളത്തിൽ ആ കോളിഫ്ലവറിനെ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇടുകയാണ് ചെയ്തത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അടുത്തത്. ഒരു ബൗളിൽ 2 കപ്പ് മൈദയും അതിൻ്റെ അളവിന് തന്നെ കോളിഫ്ലവർ ചേർത്തിട്ടുണ്ട്. കോളിഫ്ലവർ രണ്ടും കൂടെ ചേർത്ത് മിക്സ് എടുക്കുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഞാൻ. അതിനെ ഒരു ലൈറ്റായിട്ട് നമുക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ചില്ലി, കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. സാധാരണ മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ചായിട്ട് വെള്ളം വീത്തിയോ ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം ആ കോളിഫ്ലവറിനെ തന്നെ ഇട്ടാലും മതി. കാര്യം അതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ. ആ കോളിഫ്ലവറിനെ വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിനെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. ലൈറ്റ് കുറച്ചായിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കുഴച്ചാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു പരുവത്തിന് വേണം. നല്ല കട്ടിയായിട്ട് തന്നെയാണ് കിട്ടേണ്ടത്. ഒരുപാട് ലൈറ്റായിട്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കത് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. കുറച്ച് കട്ടിക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു പാനിൽ വെച്ച് എണ്ണ ചൂടാക്കി ഇതിനെ ഓരോന്നിനെയും വറുത്ത് കോരിയെടുക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് ഓരോ കോളിഫ്ലവറിനെയായിട്ട് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കാം. എല്ലാം തന്നെ 2-3 സ്റ്റെപ്സ് ആയിട്ട് ഇട്ട് ഞാൻ കോളിഫ്ലവർ ഫുള്ള് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്സിക്കമാണ്. യെല്ലോ കളറിലും ഗ്രീൻ കളറിലും റെഡ് കളറിലും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കളറിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വേണം. എന്തായാലും ക്യാപ്സിക്കം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഓണിയൻ ചോപ്പ് ചെയ്തത്. ഇനി ടൊമാറ്റോ സോസിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ സോയാ സോസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിന് ആ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് കിട്ടുന്നത്. ഇത് ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഈ സോയാ സോസിൻ്റെ ടൊമാറ്റോ സോസിൻ്റെയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഈ കോളിഫ്ലവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചൈനീസ് ഡിഷാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡിലായിരിക്കണം ചെയ്യേണ്ടത്. ഇനി അതിനോട് തന്നെ ഒരു കോൺഫ്ലവറിൽ കുറച്ച് വെള്ളവും ചേർത്ത് അതിനെ ഒരു ചെറിയൊരു ബാറ്ററായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇത് കുക്കിംഗ് നമുക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യം ഭയങ്കര ഹൈ സ്പീഡിൽ, ചൈനീസ് കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിലോട്ട് ഇത് പോകും. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ തുടക്കമേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്സിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി. ഈ വേറൊരു പാനിൽ എണ്ണ ചൂടാക്കി ആദ്യം വെളുത്തുള്ളിയാണ് ഇടുന്നത്. പിന്നെ അതിനുശേഷം ഇഞ്ചി ഇടുക. പിന്നെ ഗ്രീൻ ചില്ലി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് മൂന്നും നന്നായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വറക്കണം, മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഓരോ ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കേണ്ടതാണ്. സവാളയും അതുപോലെ തന്നെ ഒരുപാടൊന്നും വശക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സ്മെല്ല് മാറണം. ആ ഒരു പരുവത്തിന് നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇതിനെ വറുക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ ക്യാപ്സിക്കം ആയാലും നമ്മൾ ഐറ്റം ക്യാപ്സിക്കം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും ഇനി അടുത്ത് ചേർക്കേണ്ടതാണ്. ഗ്രീൻ കളർ ക്യാപ്സിക്കം, യെല്ലോ, റെഡ് കളർ 3 ക്യാപ്സിക്കം ഞാൻ ഒരുമിച്ച് തന്നെ ചേർത്തിട്ടുണ്ട്. 3ഉം കൂടെ കിടന്ന് നല്ലോണം നല്ല വശങ്ങി വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ്. ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഫ്ലേവർ നല്ലൊരു രീതിയിൽ തരുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക.
ഈ ക്യാപ്സിക്കം ഉള്ളി എല്ലാം കൂടെ തന്നെ നല്ല വശങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ഹാഫ് ബോയിൽഡ് കുക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച സോയാ സോസും ടൊമാറ്റോ സോസും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ചേർക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ കുരുമുളകും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആവണം. കാര്യം ആ സോസുകളും ആ വെജിറ്റബിൾസും എല്ലാം കൂടെ അതിൻ്റെ ആ ക്യാപ്സിക്കവും എല്ലാം തന്നെ അതിൽ കിടന്ന് നല്ലോണം ഒന്ന് ബോയിലാകണം. ഓക്കെ, അത് ബോയിലായിട്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ ഓയിൽ ചേർക്കേണ്ടതാണ്. കോൺഫ്ലവർ സ്റ്റാർച്ചിന് കുറച്ച് ഇതിൽ ചേർത്തിട്ടുള്ളൂ, ബാക്കി ലാസ്റ്റ് ചേർക്കാനായിട്ടാണ്. ഇത് ചേർക്കുമ്പോൾ തന്നെ നല്ലോണം കട്ടിക്ക് വരും. കുറച്ച് ചേർത്തിട്ടുള്ളൂ, ബാക്കി കട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പരുവത്തിന് ഇത് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ വറുത്ത് കോരി വെച്ച കോൺഫ്ലവർ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ല കളർഫുള്ളായിട്ടുണ്ട്. റെഡും ഗ്രീനും യെല്ലോയും ഈ കോളിഫ്ലവറിൻ്റെതായാലും എല്ലാം കൂടെ നല്ല കളറിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വീണ്ടും ബാക്കി വന്ന ആ കോൺഫ്ലവറിനെ വീണ്ടും ചേർക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലാണ് പിന്നെയുള്ള പ്രോസസ്സ് എല്ലാം നടക്കേണ്ടത്. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ബാക്കിയൊക്കെ എല്ലാം തന്നെ ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്, എല്ലാം തന്നെ ഫുൾ സെറ്റാണ്. പിന്നെ നമ്മളൊന്ന് തീ കുറച്ച് വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്ത് കുക്ക് ചെയ്ത് എടുക്കുക. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതാണ്. ഞാനിവിടെ ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയനാണ് എടുത്തേക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.